വിശദമായി നമ്മൾ കടക്കുന്നു. സംസ്ഥാനത്ത് പ്രസവ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിൽ വൻ വർധനവ്. രാജ്യ ശരാശരിയിലും ഇരട്ടിയാണ് കേരളത്തിലെ സിസേറിയൻ കണക്ക്. ദേശീയ ശരാശരി 21% കേരളത്തിലത് 44%-നും മുകളിലാണ്. 2006 അപേക്ഷിച്ച് ദേശീയ ശരാശരിയിലും വമ്പൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 2006 8.5% 2021 കണക്കനുസരിച്ച് 21% ഉയർന്നു. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യങ്ങളിലാണ് സിസേറിയൻ ശുപാർശ ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ മറ്റു പല സാഹചര്യങ്ങളും കാരണമാക്കി സിസേറിയൻ നടത്തുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും കച്ചവട താൽപ്പര്യങ്ങളാണ് സിസേറിയൻ കണക്ക് കൂടുന്നതിന് ഒരു കാരണം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പ്രസവ ശസ്ത്രക്രിയകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ. ഇത് 50%-നും മുകളിലാണ്. സംസ്ഥാന ശരാശരി 44%-ആണെങ്കിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ജില്ലകളിൽ അത് 50%-നും മുകളിലാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും അധികം പ്രസവം നടക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ശസ്ത്രക്രിയാ നിരക്ക് ഏറ്റവും കുറവ് എന്നതും ശ്രദ്ധേയമാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് എന്താണ് സംസ്ഥാനത്തിൻ്റെ ഈ കണക്ക്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സാരംഗ് സുധാകരൻ നമുക്കൊപ്പമുണ്ട്. സാരംഗ്, ഞെട്ടിക്കുന്ന കണക്കാണ്. കേരളത്തിൽ കുറേ നാളുകളായി സിസേറിയൻ്റെ എണ്ണം കൂടുന്നു എന്നത് പുറത്തു വരുന്ന വാർത്തകളാണ്. പക്ഷേ ഇതിപ്പോൾ 44%-ലേക്ക് ഉയരുകയാണ്. രാജ്യത്തിൻ്റെ ശരാശരി 21% എന്നിരിക്കെയാണ് നമുക്ക് ഇരട്ടിയിലധികം വരുന്ന ഒരു കണക്കുണ്ടാവുന്നത്. എന്താണ് ഈ മേഖലയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ? ഇൻഷുറൻസ് കമ്പനികളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും ഒക്കെ തീരുമാനവും ഇടപെടലും ഇതിനൊരു കാരണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളും ഇഷ്ടപ്പെട്ട ദിവസം പ്രസവം നടത്താൻ ഉള്ള ആളുകളുടെ ആഗ്രഹവും ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ടോ? എന്താണ് ഈ കണക്കിൻ്റെ വ്യത്യസ്തത? തീർച്ചയായും സാധിച്ച അങ്ങനെ ഒരു സാഹചര്യം ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രികളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും താല്പര്യങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ നമുക്ക് കണക്കാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുതുതലമുറ, അതായത് നിലവിലെ തലമുറ ഈ ഒരു സാധാരണ പ്രസവത്തോട് ഇത്തരത്തിലുള്ളൊരു ഭയം, അതായത് ഇത്രയും വലിയൊരു വേദന സഹിച്ചുകൊണ്ടുള്ളൊരു പ്രസവത്തോടുള്ള ഭയം ഇത്തരത്തിലുള്ളൊരു ശസ്ത്രക്രിയ പ്രസവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ സിസേറിയൻ ചെയ്തുകൊണ്ട് പ്രസവം എടുക്കുന്ന ഡോക്ടർമാരെ അന്വേഷിച്ച് കണ്ടെത്തി അവരെ ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്ത് സാധാരണ ഒരു സർജറി പോലെ പ്രസവം എടുക്കുന്ന ഒരു സാഹചര്യം, അതായത് ശസ്ത്രക്രിയ വഴി പ്രസവം എടുക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലതും, അതായത് പുതുതലമുറ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളും മറ്റും അടിമപ്പെടുകയാണ്. അത്തരത്തിലുള്ളൊരു ഈ ഒരു ആരോഗ്യക്കുറവും ഈ ഒരു ഡോക്ടർമാർക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ശസ്ത്രക്രിയ ഈ പ്രസവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതൊരു സങ്കീർണമായൊരു വിഷയമാണ്. അതിൽ സർക്കാർ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് കൂടുതൽ നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു ഉയർന്ന ശസ്ത്രക്രിയ പ്രസവത്തിൻ്റെ നിരക്ക് കാലങ്ങളായി, അതായത് വർഷങ്ങളായി ഒരേ നിരക്കിൽ തന്നെ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നു തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം കൃത്യമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പഠനമടക്കം നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇതിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളടക്കമുള്ള ഈ ഒരു ആശുപത്രികളും ഒപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികളടക്കമുള്ളവരുടെ താല്പര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം ഇത് മുഴുവൻ തുകയും ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കും. അത് ശസ്ത്രക്രിയ ആയാലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും മുഴുവൻ തുകയും ലഭിക്കും. അപ്പോൾ അനാവശ്യമായി എന്തിന് വേദന സഹിക്കണമെന്നും സാമ്പത്തികമായി ഈ ഇത്തരത്തിലൊരു കവറേജ് ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നോർമൽ ഡെലിവറിക്ക് സാഹചര്യം ഒരുക്കേണ്ട കാര്യമില്ലല്ലോ, ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ എന്നുള്ള ഈ ഒരു പുതുതലമുറയിലെ മാതാപിതാക്കളുടെ ഒരു ചിന്താഗതി അടക്കം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ മേഖലകളിൽ ഈ ഒരു രാത്രി അടക്കം ഈ ഒരു അടിയന്തര ഘട്ടത്തിലൊരു പ്രസവം നടത്താനുള്ള ഒരു സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും നിലവിലില്ല. ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇങ്ങനെയൊരു ശസ്ത്രക്രിയ പ്രസവത്തിലേക്ക് സർക്കാർ ആശുപത്രികളിലടക്കം ഈ ഒരു നിരക്ക് കൂടാനുള്ളൊരു കാരണം. കാരണം ഇത്തരത്തിലൊരു പെട്ടെന്നൊരു അടിയന്തരാവസ്ഥ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പെട്ടെന്ന് ആ കുട്ടിയെയും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞിനെയും ഇത്തരത്തിലൊരു മറ്റൊരു ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം വരും. അത് കൂടുതൽ വിവാദങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അപ്പോൾ ഈ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കം ഇങ്ങനെ ഈ ഒരു സിസേറിയൻ ഡെലിവറിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഇത് വന്നാൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു കുടുംബമാണ്, അത്തരത്തിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉപായം മുന്നോട്ട് വയ്ക്കും. അപ്പോൾ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമാണ്. കാരണം സുരക്ഷിതമായി കുഞ്ഞിനെ ഇത്തരത്തിൽ ശസ്ത്രക്രിയയുടെ ആണെങ്കിലും നോർമൽ ഡെലിവറിയുടെ ആണെങ്കിലും ലഭിക്കുക എന്നാണ് മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത് എന്ന് മാത്രമാണ് മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ ഈ ഒരു സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ കുറക്കാൻ പറ്റും. അതിൽ സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായി വേണമെന്നാണ് നമ്മൾ ഈ
ഇത്തരത്തിൽ നോക്കുമ്പോൾ കാണുന്നത്. മാത്രമല്ല ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, സ്വകാര്യ ആശുപത്രികളിലടക്കം ഈ ഒരു ഇന്നേ ദിവസം ഇന്നേ സമയം, അതായത് പല നമ്മൾ നാളും മറ്റും ഒക്കെ നോക്കി പ്രസവം നടത്തുന്ന ഒരു സംഭവ വികാസം കേരളത്തിൽ പലയിടത്തും ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതും ഇപ്പോൾ കൂടി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഈ ഒരു 44%, അതായത് പകുതിയോട് അടുക്കുന്നു ഈ ഒരു സിസേറിയൻ ശസ്ത്രക്രിയയിലൂടെയുള്ള ഈ ഒരു പ്രസവം എന്നൊരു ചികിത്സ. അതായത് ഈ ഒരു സ്വകാര്യ ആശുപത്രി ആയിക്കോട്ടെ സർക്കാർ ആശുപത്രി ആയിക്കോട്ടെ രണ്ടും ഒപ്പത്തിനൊപ്പമാണ് ഈ ഒരു നിരക്കിൽ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ഒരു പല സമയങ്ങളിൽ പോലും സ്വകാര്യ ആശുപത്രികളിൽ നടന്ന ശസ്ത്രക്രിയ പ്രസവത്തിൻ്റെ നിരക്കിൽ മുകളിൽ സർക്കാർ ആശുപത്രിയിൽ കടന്നിട്ടുണ്ട്. 2013-14 അതിനുശേഷം 2020 ശേഷവും ഇതേപോലെ തന്നെ ഈ ഒരു സ്വകാര്യ ആശുപത്രികളേക്കാൾ കൂടുതൽ സിസേറിയനുകൾ സർക്കാർ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട്. 2 സാമ്പത്തിക വർഷങ്ങളിൽ ഇത് ഒപ്പത്തിനൊപ്പമായിരുന്നു. അതായത് ഇതിലൊരു സ്വകാര്യ ആശുപത്രി സർക്കാർ ആശുപത്രി എന്നൊരു വ്യത്യാസമില്ല. അതിൽ ഈ ഒരു ഇത്തരത്തിലുള്ള പല ഘടകങ്ങളാണ് ഇതിൽ സാഹചര്യം ഒരുക്കുന്നത്. മാത്രമല്ല ഈ ഒരു പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരുടെ പല ആരോഗ്യക്കുറവുകളും ഇതിൽ ഘടകമാകുന്നുണ്ട്. മാത്രമല്ല ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഈ ഒരു സമയത്ത് പ്രസവിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട, ഇത്തരം വേദന സഹിക്കാൻ വയ്യ, അങ്ങനെയുള്ള ട്രെൻഡും അങ്ങനെ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സർക്കാരിന് ഒരു കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഈ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകളിലൂടെ കുട്ടികൾ ജനിക്കുമ്പോൾ അത് അനാവശ്യമായ രീതിയിൽ സിസേറിയൻ മാതാപിതാക്കളും ഡോക്ടർമാരും ചൂസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും അമ്മയ്ക്കും ഭാവിയിൽ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളും എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ മറ്റ് ശസ്ത്രക്രിയകൾ മറ്റും നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുകൾ വലുതാണ്. അത്തരത്തിലുള്ള സാഹചര്യം കൂടി സർക്കാർ വിലയിരുത്തി ഇതിലൊരു ഇടപെടലിൻ്റെ ആവശ്യം വളരെ ആവശ്യമായി നിലനിൽക്കുകയാണ്. സജിത്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്തിൻ്റെ കണക്ക് വളരെ രീതിയിൽ ഉയരുന്നു.